ഒടുവിൽ രാഹുൽ ഗാന്ധിക്ക് കീഴടങ്ങിയോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ? ഒരു ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ ഇന്ത്യയിൽ സമ്പ്രദായത്തിലുള്ള ഇന്ത്യയിലെ ഏറ്റവും വലുതും സുതാര്യവുമായ ഒരു പ്രക്രിയയാണ് തിരഞ്ഞെടുപ്പ് എന്നുള്ളത്. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ നാഴികക്കല്ല് കൂടിയാണ് ഈ പ്രക്രിയ. ഏറ്റവും സുതാര്യമായി നടക്കേണ്ട ഈ സംവിധാനം ഇന്ന് താളം തെറ്റിക്കിടക്കുകയാണ് എന്നാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പറയുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിന്റെ നടുത്തളത്തിൽ നിന്നുകൊണ്ട് മോദിയും മോദിയുടെ സിസ്റ്റവും ജനാധിപത്യത്തെ തകർത്തെറിയുന്നതിനെതിരെയും തെരഞ്ഞെടുപ്പ് അട്ടിമറിയെയും ചൂണ്ടിക്കാട്ടിയപ്പോൾ ഭരണപക്ഷം അന്ന് രാഹുൽ ഗാന്ധിയെ വളഞ്ഞിട്ട് വാക്ശരങ്ങൾ കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധിയുടേത് വെറും ആരോപണം മാത്രമായിരുന്നു എന്ന പ്രസ്താവന കൊണ്ട് സ്വയം അവർ പ്രതിരോധം തീർത്തു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലാണ് വ്യക്തമായ അട്ടിമറി രാഹുൽ ഗാന്ധി തെളിവോടുകൂടി വിളിച്ചു പറഞ്ഞത്. ഇക്കാലമത്രയും രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെ തള്ളിയിരുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴിതാ ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു. അതിനർത്ഥം രാഹുൽ ഗാന്ധി ഉയർത്തിയത് വെറും ആരോപണങ്ങളല്ല, വ്യക്തമായ സത്യങ്ങളാണ് എന്ന് വന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അട്ടിമറിയിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ ചർച്ച നടത്താൻ സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇപ്പോൾ ക്ഷണിച്ചിരിക്കുകയാണ്. ഈ കത്തിനിപ്പോൾ രാഹുൽ ഗാന്ധി മറുപടി ഒന്നും നൽകിയിട്ടില്ല എന്നാണ് അറിയുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ വഴിയിലേക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷനും വരുന്ന കാഴ്ചയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനത്തിനുള്ള പാനൽ അട്ടിമറി, വ്യാജ വോട്ടർമാരെ തിരികെ കയറ്റി വോട്ടർ പട്ടിക പെരുപ്പിച്ച് കാണിച്ചു. ഇത്തരം ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി അന്ന് ഉന്നയിച്ചത്. പിന്നീട് 5 മണിക്ക് ശേഷം നടന്ന പോളിംഗിലും വ്യാപക ക്രമക്കേട് അദ്ദേഹം ഉന്നയിച്ചു. തന്റെ ആരോപണങ്ങളിൽ നിജസ്ഥിതി മനസ്സിലാക്കണമെങ്കിൽ വൈകിട്ട് 5 മണിക്ക് ശേഷമുള്ള പോളിംഗ് CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക പുറത്തുവിടാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരേ ഫ്ളാറ്റിൽ അല്ലെങ്കിൽ ഒരേ കെട്ടിടത്തിൽ തന്നെ 7000-ഓളം വോട്ടുകൾ ചേർത്ത മഹാരാഷ്ട്രയിൽ BJPയുടെ ഭരണവും BJPയുടെ വിജയവും എങ്ങനെ വന്നു എന്ന് പൂർണ്ണമായ തെളിവെടുപ്പ് നടത്തിയാണ് രാഹുൽ ഗാന്ധി വിശദീകരിച്ചത്. അന്ന് രാഹുൽ ഗാന്ധിയെ പൂർണ്ണമായും തള്ളിയിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴിതാ രാഹുൽ ഗാന്ധിയോട് മൃദു സമീപനം സ്വീകരിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ അവകാശവാദം അസംബന്ധമെന്നായിരുന്നു അന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്നത്. വോട്ടർമാരിൽ നിന്നും വിപരീത വിധിയുണ്ടായാൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്നും അന്ന് കമ്മീഷൻ പറഞ്ഞു. ഇത് ഭരണകൂട വാക്കുകൾ തന്നെയാണ് എന്ന് വേണം അനുമാനിക്കാൻ. കാരണം ഭരണത്തിലിരിക്കുന്ന BJPയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും നയത്തിന് ഒരു മാറ്റവുമില്ല. ഇന്ത്യയുടെ ജനാധിപത്യ സമ്പ്രദായത്തെ തകിടം മറിക്കുന്ന മോദിയുടെ നിലപാടുകളെ ശക്തിയുക്തം എതിർക്കാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കരുത്ത് കാണിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്നും ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ ജനാധിപത്യത്തിന്റെ അല്പം വേരുകൾ ബാക്കിയുണ്ട് എന്നതാണ് തെളിയുന്നത്. ഭരണത്തിലിരിക്കെ RSSന്റെ സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കാൻ ഗവൺമെന്റ് ഏജൻസികളെയും ഭരണ സ്ഥാപനങ്ങളെയും ഉപയോഗിക്കുന്ന ഫാസിസ്റ്റ് സമ്പ്രദായത്തിലേക്ക് മോദി ഇന്ത്യയെ കൊണ്ടെത്തിക്കാതിരിക്കാൻ ശക്തമായ നിലപാടുകൾ എടുത്ത് ജനാധിപത്യത്തിന്റെ കാവലാളായി രാഹുൽ ഗാന്ധി നിലയുറപ്പിച്ചു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരസ്യമായി ഒട്ടനവധി തവണ രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ച് രംഗത്ത് വന്നിട്ടുമുണ്ട്. നിങ്ങൾക്ക് ഒളിക്കാൻ ഒന്നുമില്ലെങ്കിൽ താൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വവും നിങ്ങൾക്കുണ്ട് എന്ന് രാഹുൽ ഗാന്ധി തുറന്നടിച്ചു. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആവശ്യങ്ങൾ പരിശോധിച്ചാൽ ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്ത ജനാധിപത്യ ചതിയുടെ ചുരുളുകളാകും അഴിയുക. 15 വർഷമായി കേന്ദ്രം ഭരിക്കുന്ന NDAയുടെ വിജയത്തിന് പിന്നിലെ കാരണവും ഈ ജനാധിപത്യ ധ്വംസനവും കള്ളക്കളികളും വോട്ടർ പട്ടിക തിരിമറി നടത്തലും ഒക്കെ ആയിരിക്കും. നേരത്തെ തന്നെ വോട്ടിംഗ് മെഷീനിൽ തിരിമറി എന്ന ആരോപണം ഇപ്പോഴും നിലവിലുമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നിരന്തര പ്രതിഷേധത്തിൽ ഗത്യന്തരമില്ലാതെ ഇപ്പോൾ ചർച്ചയ്ക്ക് ക്ഷണിക്കുമ്പോൾ അത് ഒരു കീഴടങ്ങൽ തന്നെ ആവാമെന്ന് വേണം കരുതാൻ. കാരണം തങ്ങളുടെ തെറ്റുകൾ ഇനി അധികകാലം മറച്ചു വെക്കാൻ കഴിയില്ലെന്നും തങ്ങളുടെ മുഖംമൂടി വലിച്ചു കീറപ്പെടും എന്നതുകൊണ്ടും
ആ പ്രശ്നം എങ്ങനെയും അവസാനിപ്പിക്കാനും രാഹുൽ ഗാന്ധിയെ എങ്ങനെയെങ്കിലും അനുനയിപ്പിക്കാനുമാണ് BJPയുടെ ഇപ്പോഴത്തെ ശ്രമം. രാഹുൽ ഗാന്ധി അതിന് വഴങ്ങില്ല എന്നതുകൊണ്ടാണ് ആ കത്തിന് മറുപടി നൽകാതെ കോൺഗ്രസിൽ ഇത് ചർച്ചയ്ക്ക് വെച്ചത്. മുതിർന്ന നേതാക്കൾ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് പ്രതിപക്ഷ നേതാവ് പോവേണ്ട എന്ന നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. വരും നാളുകളിൽ ഇതിൻ്റെ കനത്ത ചൂടിൽ ഇന്ത്യൻ പാർലമെന്റിൽ പൊട്ടിത്തെറികൾ സംഭവിച്ചേക്കാം. ഒരുപക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് മഹാരാഷ്ട്രയിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് സാധ്യമായേക്കാം. കാരണം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ അട്ടിമറിക്ക് എതിരെയാണ്, ജനാധിപത്യത്തിന് ഒപ്പമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.